സുവിശേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കർത്താവേ, ശുശ്രൂഷ സമയത്ത് അങ്ങ് ചൊരിയുന്ന അത്ഭുതകരമായ കൃപകൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇത് കർത്താവ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു മുഹൂർത്തമാണ്, സമയമാണ്. കർത്താവ് നിന്നിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. യെസ്, ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം. ഓരോ വ്യക്തിയും വിശ്വസിച്ചത് ഏറ്റെടുക്കട്ടെ. നീ ആരു തന്നെയാണെങ്കിലും, നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും, എൻ്റെ സഹോദര സഹോദരി, നീ വിശ്വസിക്കൂ, നിന്നിൽ കർത്താവ് പ്രവർത്തിക്കുന്ന സമയമാണ്. കർത്താവ് പ്രവർത്തിക്കുമ്പോൾ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും. നീ ഒന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം. ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ, ഓർത്തോർത്തുകൊണ്ട് നിൽക്കാതെ, സംശയിച്ചുകൊണ്ട് നിൽക്കാതെ, മറിച്ച് നിന്നെ തന്നെ കർത്താവേ അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ നൽകുന്നു. കർത്താവേ, എൻ്റെ ഈ പ്രശ്നത്തിൽ, എൻ്റെ ഈ സങ്കടത്തിൽ, കാലങ്ങളായി ഞാൻ അനുഭവിക്കുന്ന ഈ വിഷയത്തിൽ കർത്താവെ അങ്ങ് ഇടപെടുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആ ചേർത്ത് പിടിച്ച കരങ്ങൾ അങ്ങനെ ഉറപ്പിച്ച് പിടിച്ച് ഒരുമിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കൈകൾ കൂപ്പി അൾത്താരയിലേക്ക് നോക്കി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ കണ്ണു തുറന്ന് കരങ്ങൾ കൂപ്പി ഉച്ചത്തിൽ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതും ഇടതും നിൽക്കുന്നവർക്ക് നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചൊരു സ്തുതി കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇരിക്കല്ലേ, ഇങ്ങോട്ട് നോക്കിക്കേ. ഇന്നത്തെ ഈ ശുശ്രൂഷ, ഇത് പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയെയും അതിശക്തമായ ഒരു അഭിഷേകത്തിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നൊരു ശുശ്രൂഷയാണ്. വിശ്വസിക്കുന്നൊരു കൈയടിച്ചത് ഏറ്റെടുത്തേ, നല്ല കയ്യടി കൊടുത്തേ. പോരാ പോരാ പോരാ, നല്ല കയ്യടി കൊടുത്തേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് വിശ്വസിക്കുന്നവർ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 12-ാം തിരുവചനം, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 12. ഇതിവിടെ നിൽക്കുന്ന ഓരോരുത്തരും ഇത് കേട്ടിട്ട് സ്വന്തമാക്കിക്കോണേ. ഹെബ്രായ ലേഖനം 12:12. എൻ്റെ കൂടെ ഒച്ചത്തിൽ പറഞ്ഞു, അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ. കേട്ടോ? എന്താ കേട്ടെ? ഒച്ചത്തിൽ പറ. അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ. മുടന്തുള്ള പാദങ്ങൾ സന്ധി വിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്കവിധം അവയ്ക്ക് നേർവഴി ഒരുക്കുവിൻ. ഉച്ചത്തിൽ പറ. മുടന്തുള്ള പാദങ്ങൾ സന്ധി വിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്കവിധം അവയ്ക്ക് നേർവഴി ഒരുക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ വചനം ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടട്ടെ. വിശ്വസിക്കുന്നവർ പറ ആമേൻ, ആമേൻ, ആമേൻ. ആ വചനം ഒന്നും കൂടെ ഒന്ന് ഏറ്റു പറഞ്ഞേ. വെറുതെ ഏറ്റു പറഞ്ഞാൽ പോരാ, നല്ല ശക്തിയിൽ ഏറ്റു പറയണം കേട്ടോ. ആ കൈയൊക്കെ അങ്ങനെ ചുരുട്ടി പിടിച്ചോ, ചുരുട്ടി പിടിക്കേട്ടാ. പോരട്ടെ, നല്ല ശക്തിയിൽ അങ്ങോട്ട് പറഞ്ഞോ, ഒച്ചത്തിൽ പറഞ്ഞേ. അതിനാൽ പോരാ പോരാ പോരാ. അതിനാൽ, അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ. ആ കൈയൊക്കെ ഒന്ന് തുറന്ന് പിടിച്ച് ആ കാലൊക്കെ തറയിൽ ചവിട്ടിക്കൊണ്ട് പറയണം കേട്ടോ. വെറുതെ ഉണങ്ങി പറഞ്ഞ ഉണങ്ങിയിരിക്കും. ഉണങ്ങി പറയരുത്, ശക്തി പറഞ്ഞ്. അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ. മുടന്തുള്ള പാദങ്ങൾ സന്ധി വിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്കവിധം അവയ്ക്ക് നേർവഴി ഒരുക്കുവിൻ.
ഒരുക്കുവിൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് 3 ആമേൻ പറഞ്ഞേ. ആമേൻ. 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 ഒന്ന് കൈയടിച്ചതൊന്ന് പാസ്സാക്കിക്കേ. കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന, ബലപ്പെടുത്തുന്ന അതിശക്തമായ ദൈവത്തിന്റെ ശുശ്രൂഷയാണ്. ഇരിക്കാം, സ്വസ്ഥമായിട്ടിരിക്കാം. ഇരിക്കുന്നവർ നിവർന്നിരുന്നോണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉഷാറായി ആഗ്രഹത്തോടെ ഇരിക്കണം. ഉറക്കം തൂങ്ങി ഇരിക്കരുത്. വീട്ടിൽ പോയി കിടന്നുറങ്ങാം. ഇപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നല്ല ഉഷാറായി, അതായത് ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ആദ്യം ഇങ്ങോട്ട് സ്വീകരിച്ചോണം. അല്ലാതെ വെറുതെ ഇരുന്ന് ഉറങ്ങിയാൽ ആ വഴി പോകും. അടുത്തിരിക്കുന്നവർക്ക് കിട്ടും. നിനക്ക് കിട്ടണമെങ്കിൽ നല്ല നിവർന്നിരിക്കണം, അല്ലേ? ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഫ്ലൈറ്റിൽ അവിടെ അവർ പറയും റെഡി ആയിട്ടിരിക്കൂ, സിറ്റ് സ്ട്രൈറ്റ്, നിവർന്നിരുന്നേ. യെസ്, നിവർന്നിരുന്നേ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞ കാര്യം സംഭവിക്കുകയാണെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ നിന്നെ ഉറപ്പിച്ചു നിർത്തുന്ന ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വിശ്വാസത്തിൽ നീ പറഞ്ഞ കാര്യങ്ങൾ നിന്നിൽ സംഭവിക്കുന്ന വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ദിവസമാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് നിന്നെ ഉറപ്പിച്ചു നിർത്തുന്ന ദിവസം. ഉറപ്പാണ് ഇല്ലാത്തത്, തേങ്ങി ഇരിക്കുക. നിന്നെ ഉറപ്പിച്ചു നിർത്തുന്ന ദിവസമാണ്. ശ്രദ്ധിപ്പന ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദേ ഒരു വചനം എഴുതിയെടുത്തോ, ബൈബിൾ തുറന്ന് വായിക്കാം. 1 കൊറിന്തോസ് 16 അധ്യായം 13 തിരുവചനം. 1 Corinthians chapter 16 verse 13. 1 കൊറിന്തോസ് 16:13. നല്ല വചനമാണ്. ഇന്നത്തെ ഈ വചനങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഓരോരുത്തരും സ്വയം ഇങ്ങോട്ട് ഏറ്റെടുത്തോണം. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ചിലർ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അവരെ ഓർത്ത് ഇവരെ ഓർത്ത് ഇവരെയും കുറിച്ചൊന്നും ഓർക്കണ്ട. ആദ്യം നമ്മളെക്കുറിച്ച് ഓർത്ത് നമുക്കൊന്ന് ബലം പ്രാപിക്കാം. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർ. ഓക്കെ, അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ ആദ്യം നമ്മൾ, അത് കഴിഞ്ഞ് മറ്റുള്ളവർ. പറഞ്ഞു കൊടുത്തേ. ആദ്യം നമുക്ക് ബലം ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? ആദ്യം നമുക്ക് ബലം വേണം. 1 കൊറിന്തോസ് 16 അധ്യായം 13 തിരുവചനം. വചനം പറയുന്നു, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പൗരുഷവും കരുത്തും ഉള്ളവരാകുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ്ലീഹ നമ്മളോട് പറയുകയാണ്, നിനക്ക് ജാഗ്രത വേണം. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന ഇതാണ്, ബി അലർട്ട്. നിനക്ക് ജാഗ്രത വേണം. എന്തിനാണ് ജാഗ്രത വേണ്ടത്? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പൗരുഷവും കരുത്തും ഉള്ളവരാകുവിൻ. ബി അലർട്ട്, സ്റ്റാൻഡ് ഫേം ഇൻ യുവർ ഫെയ്ത്ത്, ബി കറേജിയസ്, ബി സ്ട്രോങ്. നീ കരുത്തുള്ള വ്യക്തിയായിരിക്കണം. എന്തിന്? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നിനക്ക് കരുത്ത് വേണം. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ. വലതുകര ഉയർത്തിപ്പിടിച്ച് വചനം എൻ്റെ കൂടെ നേറ്റു പറഞ്ഞ്, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പൗരുഷവും കരുത്തുമുള്ളവരാകുവിൻ. ആമേൻ. നമുക്ക് വേണ്ടത് ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ കാര്യമാണ്. നമുക്ക് നല്ല ശ്രദ്ധ വേണം, ജാഗ്രത വേണം. എന്തിനാണ്? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ. വിശ്വാസം ഉണ്ടോ? പറ. വായിന്ന് വീഴുന്നില്ലല്ലോ. വിശ്വാസം ഉണ്ടോ? പിന്നെ പറച്ചിലിൽ ഇഷ്ടം പോലെ വിശ്വാസമുണ്ട്, അല്ലേ? പറച്ചിലല്ല വിശ്വാസം. ഇന്നത് നമ്മളത് മനസ്സിലാക്കാൻ പോവാം. അപ്പം അതായത് നല്ല വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നമുക്ക് തന്നെ അറിയാമല്ലോ, പലരും ജീവിതത്തിൽ പ്രശ്നങ്ങളും ഭാരങ്ങളും വരുമ്പോൾ ആദ്യം അവർക്ക് നഷ്ടപ്പെടുന്ന എന്നാണെന്നറിയാവോ? വിശ്വാസം. ആദ്യം അവർക്ക് നഷ്ടപ്പെടുന്ന വിശ്വാസം. ഇന്ന് രാവിലെ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന, വിദേശത്തേക്ക് പോവുക ഒരു കുടുംബം, പോകുന്ന വഴിക്ക് ഇവിടെ കയറി. അപ്പം ആ കയറിയതിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹമില്ലാത്ത ആളാണ് പോകുന്നത്. പക്ഷെ വീട്ടുകാർക്ക് വലിയ ആഗ്രഹം. മോളെ നീ പോവുമല്ലേ, ഒന്നടി പോട്ട ആശ്രമത്തിൽ കയറി ഒന്നൊരു ബ്ലെസ്സിങ് മേടിച്ചിട്ട് പോ. എയർപോർട്ടിലോട്ട് പോവുക. അപ്പോൾ പോകുന്ന യാത്ര ചെയ്യുന്ന ആൾക്ക് വലിയ പ്രാർത്ഥനയും വിശ്വാസമൊന്നും ഇല്ല. വീട്ടുകാർക്ക് ഭയങ്കര നിർബന്ധം. മോള് പോവാച്ചാ, അതിനെ ഒന്ന് തലയിലൊന്ന് കൈവച്ചൊന്ന് അനുഗ്രഹിച്ചേ. ഇതിനോട് സംസാരിച്ച് വന്നപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, അച്ഛാ എനിക്ക് പ്രാർത്ഥനയൊക്കെ ഒന്നും ഇല്ല, എല്ലാം തീർന്നു പോയച്ചാ. പണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷെ ഇപ്പം പ്രാർത്ഥനയൊന്നും ഇല്ല. സംസാരിച്ച് വന്നപ്പോഴാണ് 28 വയസ്സുണ്ട്, 28 വർഷമായി ഈ പെൺകുട്ടി അനുഭവിക്കുന്നു എന്നാ പറയണേ. 28 വർഷമായി അച്ഛൻ ഞാൻ പ്രാർത്ഥിക്കുന്നു,
ഒന്നും നടന്നിട്ടില്ല. വീട്ടിലെ ചില പ്രശ്നങ്ങൾ, വല്ലാത്ത ഭാരം, ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. അച്ഛാ, പ്രാർത്ഥനയൊക്കെ നിർത്തി, എനിക്കിപ്പോൾ ഇതിലൊന്നും വിശ്വാസമില്ല. പിന്നെ ഇവരൊക്കെ നിർബന്ധിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ? കുടുംബത്തിൽ അനുഭവപ്പെടുന്ന കുറേ കാര്യങ്ങൾ, കല്യാണം, പല കാര്യങ്ങളും നടക്കാനിരിക്കുന്നു, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പെൺകുട്ടി പറയാണ്, അച്ഛാ, എനിക്ക് ആദ്യം നഷ്ടപ്പെട്ടത് വിശ്വാസമാണ്. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണേ. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി, അസ്വസ്ഥത, ഭാരം വരുമ്പോൾ ആദ്യം നമ്മിൽ നിന്ന് പിശാച് എടുത്തുകൊണ്ട് പോകുന്ന ഐറ്റം എന്നതാ? വിശ്വാസം. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയാണ്, ബി ഫേം, സ്റ്റാൻഡ് ഇൻ യുവർ ഫുട്ട് ഫോർ ഫെയ്ത്ത്. വിശ്വാസത്തിന് വേണ്ടി നീ ഉറച്ചു നിൽക്കണം. വിശ്വാസത്തിന് വേണ്ടി നീ ഉറച്ചു നിൽക്കണം. അത് പൗലോസ് ശ്ലീഹ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വീണ്ടും ഓർമ്മപ്പെടുത്തും. പൗലോസ് ശ്ലീഹ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 23. വചനം ഇങ്ങനെയാണ്: നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. കണ്ടോ? വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. സ്ഥിരത വേണമെന്ന്, സ്ഥിരത, ഉറച്ചു നിൽക്കണം. വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം കാണാൻ മാത്രമുള്ളതല്ല വിശ്വാസം. നമ്മുടെയൊക്കെ പലരുടെ അവസ്ഥ എന്താ? കാര്യം കാണാൻ വേണ്ടി ഓടടാ ഓട്ടം, അത് കഴിയുമ്പോൾ അങ്ങ് നിർത്തും. കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു. അവനിവിടെ ഇല്ല, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. എൻ്റെ ദൈവമേ, ഇവനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടതുണ്ടല്ലോ. ഭയങ്കര പ്രാർത്ഥനാ വീരൻ. കൃപാസനത്തിൽ ഉടമ്പടിയെടുത്ത്, അട്ടപ്പാടിയിൽ ധ്യാനത്തിന് പോയി, അണക്കരയിൽ ധ്യാനത്തിന് പോയി, വയനാട്ടിലുള്ള മാത്യു വയലാമണ്ണിലച്ഛൻ്റെ ഇടയ്ക്ക് രാവിലത്തെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത്, ഡാനിയേലച്ഛൻ്റെ ഇടയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല, പോട്ട ഡിവൈൻ ധ്യാനങ്ങളൊക്കെ പങ്കെടുത്ത്. എൻ്റെ ദൈവമേ! അപ്പം അന്നത്തെ ഇവൻ്റെ ഈ ഓട്ടത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ഇവൻ എങ്ങനെയെങ്കിലും കാനഡയ്ക്ക് പോകണം. അപ്പം ഇവൻ അന്ന് കണ്ടപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഏത് ധ്യാനം കൂടിയാലാണ്, ഏത് ശുശ്രൂഷയിൽ പങ്കെടുത്താലാണ് കാനഡയിൽ പോകാൻ പറ്റുന്നത്? അതാണ് അവൻ്റെ ആവശ്യം. എവിടെ പോകണം? കാനഡയിൽ പോകണം. പക്ഷെ അതിന് പറ്റിയ പാക്കേജ് ഏതാണെന്നാണ് ചോദിച്ചത്. പലതരം പാക്കേജ് ഉണ്ടെന്നാണ് അവൻ്റെ ചിന്ത. അപ്പോൾ അവൻ എന്നോട് ചോദിച്ച ചോദ്യം, ഏത് ധ്യാനകേന്ദ്രത്തിൽ പോയാലാണ് ഈ കാനഡ? പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്, ഇതൊന്ന് ബ്ലസ് ചെയ്ത് ഇത് ശരിയാക്കണം. അത് ഏത് ധ്യാനകേന്ദ്രത്തിലാണ്? അച്ഛാ, പല ധ്യാനകേന്ദ്രങ്ങളുണ്ടല്ലോ, ഓരോ ധ്യാനകേന്ദ്രം ഓരോ രീതികളാണ്. അപ്പോൾ ഈ ഏത് ധ്യാനകേന്ദ്രത്തിൽ പോയാലാണ് ഈ കാനഡയ്ക്ക് പോകാൻ പറ്റുന്നത്? ഇവൻ എന്നാ പ്രാർത്ഥനയാണെന്നറിയോ? ഉടമ്പടി, ആദി, ഇത്, പിന്നെ നമ്മുടെ കൊരട്ടിയിലെ അന്തോണിസ് പുണ്യവാളൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചൊവ്വാഴ്ച ഭയങ്കര പ്രാർത്ഥന. ദൈവമേ, അവൻ്റെ ജീവിതത്തിൽ ദൈവം അവനെ അനുഗ്രഹിച്ചു. അവൻ കാനഡയ്ക്ക് പോയി. ഈ കഴിഞ്ഞിടയ്ക്ക് അവൻ അവധിക്ക് വന്നു. അവധിക്ക് വന്നപ്പോൾ ഇവൻ്റെ പെരുമാറ്റത്തിൽ മൊത്തം ഒരു മാറ്റം. ഞാൻ ചോദിച്ചു, കൊരട്ടിയിലെ അന്തോണിസ് പുണ്യവാളനെ പോയി കണ്ടോ? പോയില്ല. അപ്പം ഉടമ്പടി, അണക്കര, അട്ടപ്പാടി, വയലാമണ്ണിലച്ഛൻ, പോട്ട, ഞാൻ കാനഡയിൽ എത്തിയല്ലോ. ഞാനിപ്പോൾ കാനഡയിലാണല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അച്ഛാ. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ ഇനി ഒരു പ്രശ്നം ഉണ്ടാവട്ടെ, അന്ന് ഞാൻ വരാം. ഇനി എൻ്റെ കാര്യങ്ങൾ, ഇനി PR ഒക്കെ കിട്ടണം. അച്ഛൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വരാം കേട്ടോ. എൻ്റെ PR-ൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ വീണ്ടും ഒരു ഉടമ്പടിയും ഒരു കൃപാസനവും ഒരു അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? കാര്യം കാണാനാണെന്ന്. നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ അവസ്ഥ. ചേച്ചിക്കൊക്കെ ഇത് പറയുമ്പോൾ വിഷമം തോന്നുന്നുണ്ടല്ലേ? ചേച്ചിയെക്കുറിച്ചാണോ? ചേച്ചിയെക്കുറിച്ചല്ല ചേച്ചി, നമ്മൾ ഓരോരുത്തരുടെ അവസ്ഥ ഇതാണ്. അതായത് ഉള്ളിൻ്റെ കാര്യം കാണാൻ വേണ്ടി എന്നാ ഓട്ടം എന്നറിയോ? ഭീകര ഓട്ടമാണ്. കുഞ്ഞുണ്ണി മാഷ് പണ്ട് പറഞ്ഞില്ലേ എന്നത്? യേശുവിലാണൻ വിശ്വാസം, കീശയിലാണൻ ആശ്വാസം. അല്ലേ? അതേന്ന് കാര്യം കാണണമെന്ന് വചനം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണം. സ്റ്റാൻഡ് ഫേം ഇൻ യുവർ ഫെയ്ത്ത്
വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നിസാരപ്പെട്ട കാര്യമല്ല. പണ്ടൊരു മീൻപിടുത്തക്കാരൻ്റെ കഥ അറിയാമല്ലോ. മീൻപിടുത്തക്കാരൻ മീൻ പിടിക്കാൻ പോയി. ഇയാൾ മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടുന്നില്ല. വഞ്ചിയിലിരുന്ന് ഇയാൾ വിഷമിച്ചു. ഒരു പൊടിമീൻ പോലും കിട്ടുന്നില്ല. എത്ര മണിക്കൂറാ അലഞ്ഞ് വിഷമിച്ചു. അപ്പം ഇയാളുടെ ഉള്ളിൽ പെട്ടെന്നൊരു ചിന്ത, എന്നാ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. ആരോട്? അന്തോനിസ് പുണ്യവാളിനോട്. കാര്യം അന്തോനിസ് പുണ്യവാളിനാണല്ലോ കാണാതെ പോയ സാധനങ്ങളൊക്കെ കണ്ടു കിട്ടുന്നത്. എന്നാ പിന്നെ അന്തോനിസ് പുണ്യവാളാ, ദേ പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് കിട്ടുന്ന മീൻ, ആദ്യത്തെ മീൻ അന്തോനിസേ നിനക്കുള്ളതാ, നിനക്കുള്ളതാ. പറഞ്ഞു തീർന്നില്ല. ഒരു മുട്ടക്കാട്ടം മീൻ, വലിയൊരു മീൻ, ദേ ചൂണ്ടയിൽ വലിയൊരു മീൻ. അതിനെ പിടിച്ച് ഇങ്ങനെ വഞ്ചിയിലോട്ടിട്ടു. ഈ മീനെ നോക്കുമ്പോൾ ഈ മീൻപിടുത്തക്കാരന് സങ്കടം. കാരണം അത് വലുതാന്ന്, വലിയ മീനാ. ഇതാർക്കാ? അന്തോനിസ് പുണ്യവാളിന്. ഇയാൾ ഉള്ളിൽ പറഞ്ഞു, അന്തോനിസ് പുണ്യവാളിന് ഇത്രയും വലിയ മീൻ വേണ്ടല്ലോ, നമുക്ക് അടുത്ത മീൻ അന്തോനിസ് പുണ്യാളിന് കൊടുക്കാം. ഇത്രയും വലുത് ഇപ്പം അന്തോനിസ് പുണ്യാളിന് കിട്ടിയിട്ടെന്തിനല്ലേ? പറഞ്ഞു തീർന്നില്ല. വഞ്ചിയിലുണ്ടായിരുന്ന മീൻ ചാടി പുറത്തോട്ട് പോയി. ചേണ്ടടാ. ഉടനെ ഇയാൾ പറഞ്ഞു അന്തോനിസ് പുണ്യാളിനോട്, എൻ്റെ അന്തോനിസേ, ഒരു തമാശ പറയാൻ പോലും നീ സമ്മതിക്കുകയല്ലോ അല്ലേ? നമ്മുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്, വലിയ ദൂരമില്ലാതെയാണ് അന്തോനിസ് പുണ്യവാളിൻ്റെ കപ്പേള. അപ്പം എൻ്റെ അമ്മച്ചിയുടെ ഒരു പ്രത്യേകത, എൻ്റെ ദൈവമേ, വീട്ടിലുണ്ടാവുന്ന എല്ലാ ഒന്നാമത്തെ സാധനം അന്തോനിസ് പുണ്യാളിന് നേർച്ച കൊടുക്കണം. കോഴി മുട്ടയിട്ടു, ആദ്യത്തെ മുട്ട അന്തോനിസ് പുണ്യാളിന്. ചക്ക ഉണ്ടായി, ആദ്യത്തെ ചക്ക, ഞങ്ങളുടെ നാട്ടിലൊന്നും ചക്ക അധികം ഇല്ല. ആദ്യത്തെ ചക്ക നമ്മളിങ്ങനെ നോക്കിയിരിക്കും, ചക്കയുണ്ടാകും. ആദ്യത്തെ ചക്ക ആർക്ക്? അന്തോനിസ് പുണ്യവാളിന്. പിന്നെ നമ്മൾ അന്തോനിസ് പുണ്യവാളിൻ്റെ അടുക്ക ആ ചക്ക കൊണ്ട് വെച്ചിട്ട് മാറി നിൽക്കും. ഇതാരാണ് ദൈവമേ മേടിക്കാൻ പോകുന്നത്? ഇത് കഴിഞ്ഞ് ലേലം വിളിയുണ്ടേ. നമ്മൾ കൊതിച്ച് നോക്കി വെച്ചിരുന്ന ചക്കയാണ് അന്തോനിസ് പുണ്യവാളിൻ്റെ കൊണ്ട് വെക്കുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ട് തന്നെ അത് ലേലം വിളിച്ച് നമ്മൾ എടുത്തുകൊണ്ട് പോരും. പക്ഷേ ആദ്യത്തത് കൊണ്ട് അന്തോനിസ് പുണ്യവാൾ. ചില കുടുംബങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ചില ശീലങ്ങളുണ്ടാവും, ചില ശൈലികൾ. എന്തെങ്കിലും കാണാതെ പോയാൽ അന്തോനിസ് പുണ്യവാളെ 10 പാക്കറ്റ് നിനക്ക് നേർന്നേക്കാം, മെഴുകുതിരി അല്ലേ? ഇതൊക്കെ ആര് വീട്ടിൽ തീർക്കണം? ബാക്കിയുള്ളവർ വീട്ടിൽ തീർക്കണം. നേരുന്നവർ നേർന്നിട്ട് പോകും. ഞാനിത് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ വിശ്വാസ രീതി. പൗലോസ് ശ്ലീഹ നമ്മളോടൊരു കാര്യം കൂടെ പറയുന്നുണ്ടല്ലോ, ഒന്ന് വായിച്ചേ. എഫേസോസ് ലേഖനം 6-ാം അധ്യായം 13-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 13. 6:13. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. കണ്ടോ, വചനം പഠിപ്പിക്കുന്നത്. വലതകര ഉയർത്തുന്ന ഈ വചനം നേറ്റു പറഞ്ഞ്, അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. ഹല്ലേലൂയാ. പിടിച്ചു നിൽക്കാൻ. ദൈവമേ, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് ഈ വിശ്വാസം പിടിച്ചു നിൽക്കാനാണ്. അല്ലാതെ ആവശ്യം വരുമ്പോൾ മാത്രം ഓടി നടക്കാനല്ല, മറിച്ച് ജീവിതത്തിലുടനീളം കർത്താവെ അങ്ങേ അള്ളിപ്പിടിക്കാനുള്ള വലിയ കൃപ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ വരുമ്പോഴും നമ്മൾ കർത്താവിനെ വിടാതെ അള്ളിപ്പിടിക്കാനുള്ള വലിയൊരു കൃപ. സ്വരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ എന്താണ് വിശ്വാസം എന്ന് ചോദിക്കുമ്പോൾ, ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം തിരുവചനം. കാണാതെ അറിയാവുന്ന വചനമായിരിക്കാം, പക്ഷെ ഈ വിഷയം പഠിക്കുമ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. ഹെബ്രായ ലേഖനം ചാപ്റ്റർ 11
വേർഡ്സ് 1. ഹെബ്രായ ലേഖനം 11:1. ഏതാ വചനം പറഞ്ഞേ? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. കേട്ടോ, ഉച്ചത്തിൽ എന്റെ കൂട്ടത്തിൽ ഏറ്റു പറഞ്ഞേ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പലതും ഇടതിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ വിശ്വാസം, അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞു കൊടുത്തേ അടുത്തിരിക്കുന്ന ആളോട് പറ, വിശ്വാസം എന്നത് ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് പറ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഹല്ലേലൂയാ. എന്നിട്ട് ആ വ്യക്തിയോട് പറ, ഇത് നിന്നിൽ നിറയട്ടെ, ഇത് നിന്നിൽ സംഭവിക്കട്ടെ. ആമേൻ. രണ്ട് കാര്യങ്ങൾ. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നുള്ളത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്, അഷുറൻസ്, ഉറപ്പ്. ഞാനൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ 100% എനിക്ക് അത്രമേൽ വിശ്വാസമാണ്, ബോധ്യമാണ്, കർത്താവ് ഇതിൽ ഇടപെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. രണ്ടാമത്തെ കാര്യം, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം. കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം, അല്ലേ? അതത്ര എളുപ്പമുള്ള കാര്യമാണോ? മുമ്പിലില്ല, പക്ഷെ നമ്മൾ അതിന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ അൾത്താരയിലേക്ക് നോക്കുമ്പോൾ ഇവിടെ തിരി കത്തി നിൽക്കുന്നുണ്ട്, അല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, കാണുന്നുണ്ടോ? ഉണ്ടല്ലോ. ഇത് ഈ അൾത്താരയിൽ ഈ തിരി കത്തി നിൽക്കുന്നു എന്നുള്ളത് വിശ്വാസമാണോ? ഇത് അറിവാണോ? വിശ്വാസമാണോ? ഇത് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ദേ കത്തി നിൽക്കുന്നുണ്ട്. ഇതിലെന്താ വിശ്വാസം? നിനക്ക് കണ്ണുകൊണ്ട് കാണാമല്ലോ. ഇതിൽ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് ദെയർ, ഇതിവിടെയുണ്ട്. എന്നാൽ കാണപ്പെടാത്തവ ഉണ്ട്. ഇതിവിടെ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വിശ്വാസം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്നവരാണെന്നൊക്കെ വളരെ ശക്തമായിട്ട് പറയുന്നവരാണ്. പറച്ചിൽ മാത്രമേ പലപ്പോഴും ഉള്ളൂ. കാര്യത്തോട് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇല്ലെന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് അബ്രാഹത്തെ ദൈവം തെരഞ്ഞെടുത്തിട്ട് അബ്രാഹത്തോട് പറഞ്ഞു, അബ്രാഹമേ, നിന്നെ വലിയ അനുഗ്രഹമാക്കും, നീ പൊക്കോ. ഈ അബ്രാഹത്തിന് മുമ്പിലോട്ട് പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് ഉണ്ടോ എങ്ങോട്ട് പോകണമെന്ന്? ഇല്ലല്ലോ. അന്ന് ഗൂഗിൾ മാപ്പും ഇല്ല, എങ്ങോട്ട് പോകണമെന്നൊരു പിടുത്തമില്ല. ഒറ്റ കാര്യമേ ഇയാളുടെ ഉള്ളിലുള്ളൂ. ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു, ദൈവത്തിന് എൻ്റെ മേലൊരു പദ്ധതിയുണ്ട്. ദൈവത്തെ അള്ളിപ്പിടിച്ചിരിക്കുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നോഹയെ കുറിച്ച് ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? അതായത് കാണാത്ത പ്രളയത്തെക്കുറിച്ച് വിശ്വസിച്ച് പെട്ടകം പണിതവനാണ് ആര്? നോഹ. നോഹയോട് പറഞ്ഞു, നോഹേ, ദേ ജലപ്രളയം ഉണ്ടാകാൻ പോകുന്നു. ഇത് പറച്ചിൽ മാത്രമേ ഉള്ളൂ, മുമ്പിൽ സംഭവിച്ചിട്ടുണ്ടോ? ആ സമയത്തില്ല. പക്ഷേ കാണാത്ത ജലപ്രളയത്തെ ഉള്ളിൽ കണ്ട് പെട്ടകം പണിതവനാണ് നോഹ. എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നുള്ളത് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും. പത്രോസിനെ ഈശോ പറഞ്ഞു, എടാ നീ ആ വെള്ളത്തിൽ ചവിട്ടി വാ. പത്രോസ് ദേ ധൈര്യപൂർവ്വം ചവിട്ടി. പിന്നെ 2-3 ചവിട്ട് കഴിഞ്ഞപ്പോൾ അവൻ വെള്ളത്തിലോട്ട് നോക്കി. പക്ഷെ ആദ്യത്തെ ചവിട്ടുണ്ടല്ലോ, ഈശോ ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പത്രോസിന് അത്രമേൽ ബോധ്യം. എന്താണ്? ഞാൻ ചവിട്ടിയാൽ ഞാൻ വെള്ളത്തിൽ വീഴില്ല എന്നുള്ള ബോധ്യം. ഇത്രമേൽ ബോധ്യമുള്ളത് കൊണ്ട് അവൻ വെള്ളത്തിൽ ചവിട്ടി നടക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന എന്താണ്? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചോ. കണ്ണടച്ചോ. എൻ്റെ പ്രിയരെ, നമ്മളൊക്കെ ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ വിശ്വാസികളെന്നാണ് പറയുന്നത്. എന്നാൽ എൻ്റെ അനുദിന ജീവിതത്തിൽ എനിക്ക് എത്രത്തോളം ദൈവകാര്യങ്ങളിൽ വിശ്വാസവും ബോധ്യമുണ്ട്? എൻ്റെ ദൈവം ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ?
കാണപ്പെടാത്തവ ഉണ്ട് എന്ന് ബോധ്യമുണ്ടോ? അബ്രാഹത്തെ പോലെ, നോഹയെ പോലെ, പത്രോസിനെ പോലെ ദൈവം പറയുന്ന കാര്യങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ, ജമ്പ് ഇൻ ടു ഡാർക്ക്നെസ്, അതാണ് വിശ്വാസം. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി എൻ്റെ ഈശോയെന്നൊന്ന് വിളിച്ചേ. പോരാ പോരാ, സ്വരമുയർത്തി വിളിച്ചേ, ദാഹത്തോടെ വിളിച്ചേ. ഓ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഇതെന്റെ മേൽ സംഭവിക്കട്ടെ, ഇതെന്റെ മേൽ സംഭവിക്കട്ടെ, ഇതെന്റെ മേൽ സംഭവിക്കട്ടെ. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. പോരാ, ശക്തിയോടെ കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. വിശ്വസിക്കുന്ന കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന ദൈവീക ഇടപെടൽ സംഭവിക്കട്ടെ. പോരാ, നല്ല കൈയടി, ശക്തിയോടെ. ആമേൻ, ആമേൻ. കൈകൾ താഴ്ത്തി വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. ആമേൻ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. യെസ്. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുന്നിൽ, എനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായിട്ടില്ല. അസാധ്യമായില്ല എന്റെ മുന്നിൽ, എനി ജയം എനിക്കുണ്ട്. കരങ്ങൾ ഉയർത്തി ചാടിത്തുള്ളേ. പിന്മാറുമില്ല വിശ്വാസ ചുവടുകൾ, മുന്നോട്ട് മുന്നോട്ട്. ആമേൻ, ആമേൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ആമേൻ, ആമേൻ. ഒന്നും അസാധ്യമായി എന്റെ മുന്നിലെ വിജയം എനിക്കുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. കർത്താവേ, പ്രത്യാശിക്കുന്നവർ ലഭിക്കുമെന്ന് ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യം കർത്താവെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അഭിഷേകം കർത്താവെ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടട്ടെ, ദൈവജനത്തിലേക്ക് സംഭവിക്കപ്പെടട്ടെ. കർത്താവെ, കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യം, പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന് ഉറപ്പ്, പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന് ഉറപ്പ്. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണും പൂട്ടി വിശ്വസിക്കുകയാണ്. ഞാൻ പ്രത്യാശിക്കുന്നവർ ലഭിക്കും എന്ന ഉറപ്പ്. കാണപ്പെടാത്തവ ഉണ്ട്, എന്നാൽ നിന്റെ ഉള്ളിൽ നിന്നെ ഭാരപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, നീ അതിന്റെ മുകളിൽ ചവിട്ടി നിന്ന് വേണം എന്ന് പറയാൻ. സ്റ്റാൻഡ് ഫേം ഇൻ യുവർ ഫെയ്ത്ത്. സ്ഥിരതയോടെ നിന്ന് നീ പ്രാർത്ഥിക്കണം, ബോധ്യത്തോടെ നിന്ന് പ്രാർത്ഥിക്കണം, പൗരുഷത്തോടെ പ്രാർത്ഥിക്കണം. കരുത്തുള്ളവരാകുവിൻ. ബി കറേജിയസ്, ബി സ്ട്രോങ്. എൻ്റെ കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ അങ്ങ് ഇടപെടുന്നു. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ കുടുംബത്തെക്കുറിച്ചായിരിക്കും, നിന്റെ മക്കളെ കുറിച്ചായിരിക്കും, ജീവിത പങ്കാളിയെ കുറിച്ചായിരിക്കും. വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച് മടുത്ത കാര്യങ്ങളാവും. ഇനി രക്ഷയില്ല എന്ന് നിന്റെ ബുദ്ധി നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ നീ വിശ്വസിക്കണം, എൻ്റെ കർത്താവ് എന്നിൽ, എൻ്റെ പ്രാർത്ഥനയിലും ഇടപെടുന്നു. വർഷങ്ങൾ പഴക്കമുള്ളതാവട്ടെ, നിനക്ക് വേണ്ടി കർത്താവ് ഇന്നേ ദിവസം പ്രവർത്തിക്കട്ടെ. കർത്താവെ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. പുതിയ അഭിഷേകം, പുതിയ ശക്തി കർത്താവെ എനിക്ക് ചൊരിയണമേ. നെറ്റിയിൽ കുരിശ് വരയ്ക്കുക, വിശ്വസിക്കുക, ഏറ്റെടുക്കുക. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ.